കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വെല്ലുവിളിച്ച് അരവിന്ദ് കെജ്രിവാൾ. ദില്ലിയിലെ ചേരികൾ പൊളിച്ച കേസുകൾ പിൻവലിച്ച് കുടിയിറക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ അമിത്ഷാ തയ്യാറായാൽ താൻ ദില്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് കെജ്രിവാൾ. ഷക്കൂർ ബസ്തി മണ്ഡലത്തിലെ പ്രചാരണത്തിനിടെയാണ് കെജ്രിവാളിന്റെ പ്രഖ്യാപനം. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ശക്തമാക്കുകയാണ് ബിജെപിയും ആം ആദ്മി പാർട്ടിയും. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിച്ചും കെജ്രിവാളിന്റെ പൂർവാഞ്ചൽ പരാമർശം മുൻനിർത്തിയാണ് ബിജെപിയുടെ പ്രചരണം. കെജ്രിവാൾ പൂർവാഞ്ചലുകളുടെ ശത്രുവെന്ന് വിശേഷിപ്പിച്ച പോസ്റ്ററും ബിജെപി പുറത്തിറക്കി. യു.പി., ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ കെജ്രിവാളിന്റെ ശത്രുവാണെന്നും ബംഗ്ലാദേശികളും രോഹിംഗ്യൻ കുടിയേറ്റക്കാരും ആം ആദ്മി പാർട്ടിയുടെ ബന്ധുക്കളാണോ എന്നും ബിജെപി പരിഹസിച്ചു. അതേസമയം ബിജെപിയുടെ വ്യാജ പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ കെജ്രിവാൾ തന്നെ നേരിട്ടിറങ്ങി പ്രചാരണം ശക്തമാക്കി. ദില്ലിയിലെ ചേരികളിലും മറ്റും നേരിട്ടെത്തി ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചു. ബിജെപി ചേരികൾ പൊളിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്നും അതേസമയം ദില്ലിയിലെ ജനങ്ങളെ ആം ആദ്മി പാർട്ടി സംരക്ഷിക്കുമെന്നും കെജ്രിവാൾ ഉറപ്പു നൽകി. 2015 के दिसंबर 12-13 दिसंबर 2015 आज से 10 साल पहले इसी झुग्गी को इन्होंने तोड़ने की कोशिश की थी बीजेपी वालों ने। मैं मुख्यमंत्री बन गया था तब तक, 10 महीने हुए थे मुझे मुख्यमंत्री बने हुए। रात को 2 बजे मैं अपने सारे अफसरों को जगा के उनके घर से झुग्गी के अंदर आया था यहाँ पे. അതിനിടെ ബിജെപി വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇലക്ഷൻ കമ്മീഷന് കെജ്രിവാൾ കത്ത് നൽകിയിരുന്നു. ദില്ലി കൽക്കാജി സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന മുഖ്യമന്ത്രി അതിഷി ക്രൗഡ് ഫണ്ടിംഗ് ക്യാമ്പയിൻ ആരംഭിക്കുന്നുവെന്നും അറിയിച്ചു. ദില്ലിയിൽ പ്രചാരണം നടത്താൻ പൊതുജനങ്ങൾ സംഭാവന നൽകി പിന്തുണയ്ക്കണമെന്ന് അതിഷി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. തനിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ രമേശ് ബിദ്രിയാണ് ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നും അതിഷി പരിഹസിച്ചിരുന്നു. ഫെബ്രുവരി 5-നാണ് ദില്ലിയിൽ വോട്ടെടുപ്പ് നടക്കുക. കൈരളി ന്യൂസ്, ദില്ലി.